സംഗീതം അത് അവർണ്ണനീയമാണ്. അവർണ്ണനീയമായ ദാനങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഹോളി ബീറ്റ്സിന്റെ മറ്റൊരു മനോഹര എപ്പിസോഡ് ഇതാ ഇവിടെ നമ്മൾ ആരംഭിക്കുകയാണ്. ഷാലോം ടിവിയുടെ എല്ലാ പ്രേക്ഷകരെയും ഏറെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. ഹോളി ബീറ്റ്സിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലെ ഏറ്റവും ആദ്യത്തെ പെർഫോമൻസിലേക്കാണ് നമ്മൾ പോകുന്നത്. ആദ്യമായിട്ടൊരു സോളോ പെർഫോമൻസ് ആണ്. സോളോ പെർഫോമൻസിനായിട്ടൊരു കൊച്ചു മിടുക്കൻ ഇവിടെ റെഡി ആയിട്ടിരിപ്പുണ്ട്. സോ നല്ലൊരു കൈഡി കൊടുത്ത് ലെറ്റ്സ് വെൽക്കം എഡ്ലിൻ. ഹായ് എഡ്ലിൻ. ഹായ്. എന്നാ ഉണ്ട് വിശേഷം? നല്ല ചിരിച്ചൊക്കെയാണല്ലോ നിൽക്കുന്നേ. എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 6ാം ക്ലാസ്. ഏത് സ്കൂളിലാ? സാഞ്ചർ സെൻട്രൽ സ്കൂൾ പഠിപ്പ്. ഓക്കെ. ഇനി ഇത് പാട്ടാ മോൻ ഇവിടെ പാടുന്നത്? ദിവ്യകാരുണ്യമേ ദിവ്യമാം സ്നേഹമേ. പാട്ടൊക്കെ ആരാ മോനെ പഠിപ്പിക്കുന്നത്? അമ്മ. അമ്മയാണല്ലേ. പള്ളിയിൽ കൊയറിലൊക്കെ പാടാറുണ്ടോ? ഉണ്ട്. മത്സരങ്ങളിലൊക്കെ പങ്കെടുക്കാറുണ്ട്? ഉണ്ട്. ഓക്കെ. അപ്പോൾ ഇവിടെ നന്നായിട്ട് പാടുക. നമ്മളെല്ലാവരും ഉണ്ട് കേട്ടോ അവിടെ സപ്പോർട്ട് ചെയ്യാനായിട്ട്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ദിവ്യകാരുണ്യമേ ദിവ്യമാ
സുഹൃതം എൻ ധർമ്മം അനവരതം കൃപ ചൊരിയുന്നീശോയ്ക്ക് ആരാധന ദിവ്യകാരുണ്യമേ ദിവ്യമാം സ്നേഹമേ കൊച്ചു കൈവെള്ളയിൽ അണയും സ്വർഗസമ്മാനമേ ദിവ്യകാരുണ്യമേ ദിവ്യമാം ഭോജ്യമേ ദ്യോവിധിൻ യാത്രയിൽ എൻ്റെ ദിവ്യപാദേയമേ ഹൃദയമൊരുക്കി ഞാൻ നാദാണയോ സർവം അർപ്പിക്കാം എന്നിൽ അലിയോ നീക്കണമേ കരകൾ ചൊരിയണമേ കൃപകൾ നീക്കണമേ കരകൾ ചൊരിയണമേ കൃപകൾ ദിവ്യകാരുണ്യമേ ദിവ്യമാം സ്നേഹമേ കൊച്ചു കൈവെള്ളയിൽ അണയും സ്വർഗസമ്മാനമേ എഡ്ലിൻ, എങ്ങനെയുണ്ടായിരുന്നു മോനെ പാടിയിട്ട്? നന്നായി പാടി. നന്നായിട്ട് പാടി. അപ്പോൾ ഇതേപോലെ ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോൾ നല്ല അടിപൊളിയായിട്ട് പാടാം. ഓക്കെ, താങ്ക് യു. വെൽക്കം. ഹോളി ബീറ്റ്സിൽ ഇനിയും അടുത്തതായിട്ട് ഒരു സോളോ പെർഫോമൻസ് ആണ്. സോളോ പെർഫോമൻസിനായിട്ട് ഒരു അധ്യാപകനാണ് നമ്മുടെ കൂടെ ഉള്ളത്. അപ്പം നല്ലൊരു കൈഡി കൊടുത്ത് ലെറ്റ്സ് വെൽക്കം ഷജിൽ ഔട്ട്. ഹായ് ഷജിൽ. ഹലോ, വെൽക്കം ടു ഹോളി. താങ്ക് യു. അപ്പോൾ ഇന്ന് ഏത് പാട്ടാണ് ഇവിടെ പാടുന്നത്? ഇന്നയോളം എന്നെ നടത്തി എന്ന ഗാനമാണ്. ഓക്കെ. അപ്പോൾ ഈ അധ്യാപന ജീവിതത്തിനിടയിലും പാട്ടൊക്കെ പഠിക്കാനും പ്രാക്ടീസ് ചെയ്യാനും സമയം കിട്ടാറുണ്ട്? പാടാറുണ്ട്, പള്ളിയിലൊക്കെ പാടുന്നുണ്ട്. എനിക്കൊത്തിരി ഇഷ്ടം ഉള്ളൊരു കാര്യമാണ്. അപ്പോൾ സ്കൂളിൽ കുട്ടികൾക്കൊക്കെ പാട്ട് പാടി കൊടുക്കാറുണ്ട്? തീർച്ചയായിട്ടും. ഓക്കെ. അപ്പം നല്ല അടിപൊളിയായിരിക്കുമല്ലേ സാറിൻ്റെ ക്ലാസ്സിൽ ഇരിക്കാനായിട്ട്? ഓക്കെ. അപ്പോൾ കുട്ടികളുടെ അടുത്ത് നമ്മുടെ പ്രോഗ്രാം ഒക്കെ കാണാൻ പറയണം. ഷുവർ. അപ്പം നന്നായിട്ട് പാടി തിരിച്ചു വരാം. നമ്മളെല്ലാവരും ഇവിടെ ഉണ്ട്. ഓക്കെ. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. എത്ര നല്ലവൻ അവനെന്നെന്നും മതിയായവൻ. എൻ്റെ യേശു എത്ര നല്ലവൻ അവനെന്നെന്നും മതിയായവൻ. എൻ്റെ പാപഭാരമെല്ലാം തൻ്റെ ചുമലിൽ ഏറ്റുകൊണ്ട് എനിക്കായി കുരിശിൽ മരിച്ചു. എൻ്റെ യേശു എത്ര നല്ലവൻ, എനിക്കായി കുരിശിൽ മരിച്ചു. എൻ്റെ യേശു എത്ര നല്ലവൻ. എൻ്റെ ആവശ്യങ്ങളറിഞ്ഞ് ആകാശത്തിൻ കീഴെ വാതിൽ തുറന്ന് എല്ലാം സമൃദ്ധിയായി നൽകിയിടുന്ന എൻ്റെ യേശു നല്ല ഇടയൻ. എല്ലാ
എല്ലാം സമൃദ്ധിയായി നൽകിയിടുന്ന എൻ്റെ യേശു നല്ല ഇടയൻ. മനോഭാരത്താൽ അലഞ്ഞ് മനോവേദനയാൽ നിറഞ്ഞ് മനമുരുകി ഞാൻ കരഞ്ഞിടുമ്പോൾ എൻ്റെ യേശു എത്ര നല്ലവൻ. മനമുരുകി ഞാൻ കരഞ്ഞിടുമ്പോൾ എൻ്റെ യേശു എത്ര നല്ലവൻ. രോഗശയ്യയിൽ എനിക്കു വൈദ്യൻ, ശോകവേളയിൽ ആശ്വാസകൻ, കൊടും വെയിലതിൽ തണലുമവൻ. എൻ്റെ യേശു എത്ര നല്ലവൻ. കൊടും വെയിലതിൽ തണലുമവൻ. എൻ്റെ യേശു എത്ര നല്ലവൻ. ഒരു നാളും കൈവിടില്ല, ഒരു നാളും ഉപേക്ഷിക്കില്ല, ഒരു നാളും മറക്കുകയില്ല. എൻ്റെ യേശു എത്ര വിശ്വസ്തൻ. ഒരു നാളും മറക്കുകയില്ല. എൻ്റെ യേശു എത്ര വിശ്വസ്തൻ. ഷാജിൽ പാട്ടൊക്കെ കഴിഞ്ഞ് എത്തിയിരിക്കുകയാണല്ലേ? എന്ത് തോന്നുന്നു ഇപ്പൊ? വലിയൊരു ആനന്ദം, പരിശുദ്ധാത്മാവ് എന്നുള്ള ഒരു ആനന്ദം ആ ഒരു പാടുന്ന സമയത്തൊക്കെ അനുഭവിക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നു. സോ ഐ എം ഫീലിംഗ് വെരി ബ്ലെസ്ഡ്. ഓക്കെ, സോ അടിപൊളി. അപ്പോൾ വീണ്ടും അടുത്ത സീസണിലൊക്കെ അനിഷ ഞങ്ങളുടെ എക്സ്പീരിയൻസ് ഒക്കെ ചോദിക്കുന്നുണ്ടല്ലോ. ഞാൻ ചെറിയൊരു കാര്യത്തിൽ ചോദിച്ചോട്ടെ? ഓക്കെ. 2 സീസണായിട്ട് അനിഷ ഈ ഹോളി ബീറ്റ്സിൻ്റെ കൂടെ ഉണ്ട്. അപ്പോൾ ഈ ഹോളി ബീറ്റ്സ് അനിഷേനെ എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്? അത് എല്ലാവരുടെ അടുത്തും ചോദ്യം ചോദിക്കുന്നത് എനിക്ക് തിരിച്ച് ചോദ്യം. ഹോളി ബീറ്റ്സ് എന്ന് പറയുന്നത് എനിക്ക് വളരെ സ്പെഷ്യലാണ്. കാരണം ഒരുപാട് ആഗ്രഹിച്ച ഒരു വേദിയാണ്. അപ്പോൾ ഇവിടെ വരാൻ സാധിച്ചതും ഇവിടെ ഇരിക്കുമ്പോൾ ഒരു വല്ലാത്തൊരു ഡിവൈൻ ഫീലിംഗ് ആണ്. ഭയങ്കര ഒരു ദൈവാനുഭവത്തോടു കൂടി തന്നെയാണ് ദൈവത്തെ കൂടുതൽ അറിയാനും അവിടത്തോടു കൂടി ആയിരിക്കാനൊക്കെയുള്ള ഒരു ഫീലിങ്സ് ആണ് ഇവിടെ ഇരിക്കുമ്പോൾ കിട്ടാറുള്ളത്. അതെ, താങ്ക് യു ഫോർ ആസ്കിങ്. ഓക്കെ, സോ താങ്ക് യു. സീ യു. ഹോളി ബീറ്റ്സിൽ ഇനി അടുത്തതായി മൂന്നാമതും ഒരു സോളോ പെർഫോമൻസ് ആണ് വരാനായിട്ട് പോകുന്നത്. സോ സോളോ പെർഫോമൻസിനായിട്ട് നമ്മുടെ സാറക്കുട്ടി ഇത് അവിടെ റെഡി ആയിട്ടുണ്ട്. നല്ലൊരു കൈയ്യടി കൊടുത്ത് ലെറ്റ്സ് വെൽക്കം സാറ. ഹായ് സാറ. ഹായ്. വെൽക്കം ടു ഹോളി ബീറ്റ്സ്. താങ്ക് യു. എന്നാ ഉണ്ട് മോളെ വിശേഷം? സുഖമായിട്ടിരിക്കുന്നു. ഭയങ്കര ക്യൂട്ടാണ് അല്ലേ സാറയുടെ വർത്തമാനം? ഓക്കെ, മോള് എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 8ാം ക്ലാസ്സിൽ. ഇന്ന് മോള് ഏത് പാട്ടാണ് ഇവിടെ പാടുന്നത്? ഇന്ന് ഞാൻ ഒരു മഴയും തോരാതിരുന്നിട്ടില്ല എന്നൊരു പാട്ടാണ്. ഓക്കെ, അപ്പോൾ കുറച്ചൊക്കെ ഉണ്ടല്ലേ സപ്പോർട്ട് ചെയ്യാനായിട്ട്? ഓക്കെ, അപ്പം എല്ലാവരും ചേർന്ന് നല്ല അടിപൊളിയായിട്ട് പാടി തിരിച്ചു വരിക. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. കാറ്റും അടങ്ങാതിരുന്നിട്ടില്ല, ഒരു രാവും പുലരാതിരുന്നിട്ടില്ല, ഒരു നോവും കുറയാതിരുന്നിട്ടില്ല. തിരമാലയിൽ ഈ ചെറുതോണിയിൽ, തിരമാലയിൽ ഈ
ചെറുതോണിയിൽ അമരത്തിനരികെ അവനുള്ളതാ. ഒരു മഴയും തോരാതിരുന്നിട്ടില്ല, ഒരു കാറ്റും അടങ്ങാതിരുന്നിട്ടില്ല. മഞ്ഞും മഴയും പൊള്ളുന്ന വെയിലും എല്ലാം നാഥന്റെ സമ്മാനമാൻ. മഞ്ഞും മഴയും പൊള്ളുന്ന വെയിലും എല്ലാം നാഥന്റെ സമ്മാനമാൻ. ഇൻ ജീവിതത്തിനു നന്നായി വരാനായി ഇൻ പേർക്ക് താതൻ ഒരുക്കുന്നതാ. ഇൻ ജീവിതത്തിനു നന്നായി വരാനായി ഇൻ പേർക്ക് താതൻ ഒരുക്കുന്നതാ. ഒരു മഴയും തോരാതിരുന്നിട്ടില്ല, ഒരു കാറ്റും അടങ്ങാതിരുന്നിട്ടില്ല, ഒരു രാവും പുലരാതിരുന്നിട്ടില്ല, ഒരു നോവും കുറയാതിരുന്നിട്ടില്ല. കല്ലും മുള്ളും കൊള്ളുന്ന വഴിയിൽ എന്നോട് കൂടെ നടക്കുന്നവൻ. കല്ലും മുള്ളും കൊള്ളുന്ന വഴിയിൽ എന്നോട് കൂടെ നടക്കുന്നവൻ. എൻ പാദമിടറി ഞാൻ വീണുപോയാൽ എന്നെ തോളിൽ വഹിക്കുന്നവൻ. എൻ പാദമിടറി ഞാൻ വീണുപോയാൽ എന്നെ തോളിൽ വഹിക്കുന്നവൻ. ഒരു മഴയും തോരാതിരുന്നിട്ടില്ല, ഒരു കാറ്റും അടങ്ങാതിരുന്നിട്ടില്ല, ഒരു രാവും പുലരാതിരുന്നിട്ടില്ല, ഒരു നോവും കുറയാതിരുന്നിട്ടില്ല. തിരമാലയിൽ ഈ ചെറുതോണിയിൽ, തിരമാലയിൽ ഈ ചെറുതോണിയിൽ അമരത്തിനരികെ അവനുള്ളതാ. ഒരു മഴയും തോരാതിരുന്നിട്ടില്ല, ഒരു കാറ്റും അടങ്ങാതിരുന്നിട്ടില്ല, ഒരു രാവും പുലരാതിരുന്നിട്ടില്ല, ഒരു നോവും കുറയാതിരുന്നിട്ടില്ല. സാറക്കുട്ടി, എങ്ങനെയുണ്ടായിരുന്നു പെർഫോമൻസ്? നല്ലതായിരുന്നു. നല്ലതായിരുന്നു. ഓക്കെ. അപ്പോൾ സ്കൂളിൽ ചെന്നിട്ട് എല്ലാവരോടും പറയണം നമ്മുടെ പ്രോഗ്രാം ഒക്കെ കാണാൻ. പറയോ? ഓക്കെ. അപ്പോൾ താങ്ക് യു. വെൽക്കം. ഹോളി ബീറ്റ്സിൽ ഇന്നത്തെ എപ്പിസോഡിലെ ലാസ്റ്റ് പെർഫോമൻസിലേക്കാണ് നമ്മൾ പോകുന്നത്. ലാസ്റ്റായിട്ടൊരു ട്രയോ പെർഫോമൻസ് ആണല്ലേ? അപ്പോൾ ട്രയോക്ക് വേണ്ടിയിട്ട് 3 പേര് റെഡി അല്ലേ? ഓക്കെ, സോ ലെറ്റ്സ് വെൽക്കം ദം പ്ലീസ്. ഹായ് ഓൾ. ഹായ്. ഓക്കെ, നിങ്ങൾ 3 പേര് ആദ്യം തന്നെ നിന്ന് പരിചയപ്പെടാം. എൻ്റെ പേര് അലോക്, ഞാൻ വരുന്നത് കോഴിക്കോട് നിന്നാണ്. അലോക്. ഹലോ. ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു പേരല്ലേ? ഓക്കെ. എൻ്റെ പേര് ജോസ്റ്റീന, ഞാൻ തൃശ്ശൂരിൽ നിന്ന് വരുന്നത്.
എൻ്റെ പേര് അന്റോണ സെബാസ്റ്റ്യൻ. ഞാൻ ഇടുക്കി ഡിസ്ട്രിക്റ്റിൽ നിന്ന് വരുന്നു. ഓക്കെ, അപ്പോൾ 3 പേരും 3 ജില്ലയിൽ നിന്നുള്ളവരാണല്ലേ? ഓക്കെ, നിങ്ങൾ 3 പേരും ചേർന്ന് ഏത് പാട്ടാണ് ഇന്ന് പാടുന്നത്? തിരുഹൃദയത്തിന് മുൻപിൽ. നമുക്കൊക്കെ ഫെമിലിയർ ആയിട്ടുള്ളൊരു പാട്ടാണല്ലേ? ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായിട്ട് പ്രാക്ടീസൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് തന്നെ പാടി തിരിച്ചു വരിക. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. തിരുഹൃദയത്തിൻ മുൻപിൽ തിരുഹൃദയത്തിൻ മുൻപിൽ ഇനിയുമൻ ജീവനിൽ നീ കരുണയെഴും തണലായി തരളിത സ്നേഹമോടെ തഴുകിടുവാൻ
രക്ഷകനായി അഴലുകൾ നീക്കിടുമെൻ അരികിലെ സ്നേഹിതനായി ഹൃദയത്തിൽ പൂജിക്കുന്നു നിന്നെ എന്നും യേശുനാഥ. തിരുഹൃദയത്തിൻ മുൻപിൽ മെഴുതിരിനാളം പോലെ ഉരുകിടുമാത്മാവിൽ നീ നിരുപമ സ്നേഹം നൽകൂ. തിരുമുറിവിൽ ഞാനിതാ കരളിലെ സ്വപ്നങ്ങൾ തൻ ഒലിവില പൂഞ്ചില്ലകൾ സ്വീകരിക്കൂ നീ സദയം. തിരുഹൃദയത്തിൻ മുൻപിൽ പാട്ടൊക്കെ പാടി വന്നിട്ട് ടെൻഷൻ പോയില്ലേ? ഒന്ന് ചിരിക്കാലോ. ഓക്കെ, അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു പാടിയിട്ട്? നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു, മിടുക്കി. ഓക്കെ, അപ്പോൾ വീണ്ടും ഹോളി ബീറ്റ്സിൽ വരിക. താങ്ക് യു. വെൽക്കം. ഹോളി ബീറ്റ്സിൻ്റെ മറ്റൊരു മനോഹരമായ എപ്പിസോഡ് ഇതാ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. എന്നത്തേതും പോലെ തന്നെ ഇന്നത്തെ പാട്ടുകളെല്ലാം നിങ്ങൾ ഏറെ ആസ്വദിച്ചു എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. അടുത്ത ആഴ്ച ഇതുപോലെ തന്നെ കൃത്യം 8 മണിക്ക് നമ്മൾ വീണ്ടും എത്തുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ആൻഡ് സ്റ്റേ ട്യൂൺ ടു ഹോളി ബീറ്റ്സ്.